ക്വസ്റ്റ്യൻ നമ്പർ 12. ഇത് സെമി കണ്ടക്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. സെമി കണ്ടക്ടറിലെ ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ്. അതിലൊരു ഡയോഡാണ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി യൂസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയും അതേപോലെ തന്നെ സെമി കണ്ടക്ടറും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചെയ്യാം. ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് എ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ദ സെനർ ഡയോഡ് ഈസ് റേറ്റഡ് ആസ് 5 വോൾട്ട്. അതിൻ്റെ അർത്ഥം സെനറിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 5 ആണ്. അപ്പോൾ സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ 5 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയാണ്? 5 വോൾട്ട് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ് പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ഇത് 5 വോൾട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ റെസിസ്റ്ററിൻ്റെയും വോൾട്ടേജ് എന്താണ്? 5 ആണ്. ബിക്കോസ് പാരലലി വോൾട്ടേജ് സെയിം ആണ്. ഇനി ബാക്കി ഡാറ്റാസ് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആൻഡ് ദ ഡിസൈർഡ് കറണ്ട് ഇൻ ദ ലോഡ് ഈസ് 5 മില്ലി ആംപിയർ ആൻഡ് ദ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ഇസ് 25 ആണ്. അൺറെഗുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? 25 വോൾട്ട്. ഇനി ഒരു കാര്യം നോക്ക്, ഞാൻ കൊടുത്ത വോൾട്ടേജ് 25, ഈ രണ്ടുപേരുടെ ടോട്ടൽ വോൾട്ടേജ് 5. സെനറിൻ്റെത് 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ പാരലലി വോൾട്ടേജ് സെയിം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് 5 അല്ല, ഇത് 25. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് വേണം? 20 ആണ്. ബിക്കോസ് നമ്മൾ രണ്ടുപേര് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബാറ്ററിയിലേക്ക്. ഈ വോൾട്ടേജ് ഒരു 20 വോൾട്ട്. അപ്പോൾ ഇതൊരു 5 വോൾട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് 15 കിട്ടണ്ടേ, കാരണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശരിയായി. ഇവരുടെ ടോട്ടൽ വോൾട്ടേജ് 5, ഇത് 20, ടോട്ടൽ വോൾട്ടേജ് 25. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദ ഡിസൈർഡ് കറണ്ട് ഇൻ ദ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് 5 മില്ലി ആംപിയർ ആണ്. ഇതാണ് RL എന്ന് പറയുമ്പോൾ ലോഡ് റെസിസ്റ്റർ. അപ്പോൾ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് ക്വസ്റ്റ്യനിൽ 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലോ ലോഡ് റെസിസ്റ്റർ. ആ ലോഡ് റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന ഈ കറണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 5 മില്ലി ആംപിയർ അല്ലേ. അപ്പോൾ ഈ ലോഡിലൂടെ എത്ര കറണ്ട് ഒഴുകുന്നുണ്ട്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 മില്ലി ആംപിയർ. ഇനി മറ്റൊരു കാര്യം എന്താണ്? കൺസിഡറിങ് ദ സെനർ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് 4 ടൈംസ് എ ലോഡ് കറണ്ട്. അപ്പോൾ സെനറിലൂടെ ഒഴുകുന്ന കറണ്ട് ക്വസ്റ്റ്യനിൽ തന്നു. എന്താ സെനറിലൂടെ ഒഴുകുന്ന കറണ്ട്? ലോഡിലൂടെ എത്ര കറണ്ട് ഒഴുകുന്നുണ്ടോ അതിനേക്കാൾ 4 ടൈംസ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് ക്വസ്റ്റ്യനിൽ 5 തന്നു. അപ്പോൾ സെനറിലൂടെ എത്രയാണ്? അതിനേക്കാൾ 4 ടൈംസ്. അതായത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് 5 അല്ലേ, അതിനേക്കാൾ 4 ടൈംസ്. അപ്പോൾ എത്ര വരും? 20. സോ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് 20 മില്ലി ആംപിയർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലോഡിലൂടെ ഒഴുകുന്നത് 5 മില്ലി ആംപിയർ ആണ്. അതിൻ്റെ 4 മടങ്ങാണ് സെനർ. അപ്പോൾ 5ന്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 20. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ യൂസ് ചെയ്താൽ പോരെ. നോക്കൂ, ഇവിടുന്ന് വരുന്ന കറണ്ട് 5 മില്ലി ആംപിയർ ഇതിലൂടെ പോയി, 20 മില്ലി ആംപിയർ ഇതിലൂടെ പോയി. അപ്പോൾ കറണ്ട് എൻട്രിങ് എ ജംഗ്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ലീവിങ് എത്രയാ? 5 ലീവ് ചെയ്യുന്നുണ്ട്, 20 ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എൻ്റർ ചെയ്യുന്ന ആൾ എത്രയാ? 25 ആയിരിക്കണം. ആ 25 5ഉം 20ഉം ആയിട്ട് മാറി. ഇനി എന്താണ് ചോദ്യം? വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് RS? ഈ RS എന്നുള്ള റെസിസ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വളരെ എളുപ്പമായിട്ട് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ കണ്ടു, അതിൻ്റെ കറണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. സോ നൗ വി വാണ്ട് ടു ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ദ RSന്റെ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു I ഇൻറ്റു R ഓർ R ഇസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കിട്ടാൻ അതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും അതിൻ്റെ കറണ്ടും ഡിവൈഡ് ചെയ്യുക. അതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടു 20. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര? 25 മില്ലി എന്നായതുകൊണ്ട് 10⁻³ ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് 20നെ 5 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 വരും, താഴെ 5 വരും, 10⁻³ മേലേക്ക് പോകുമ്പോൾ +3. സോ 5000 ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 800 ഓം ആണ്. അപ്പോൾ 800 ഓം ആണ് കറക്റ്റ് ആൻസർ. അവർ തന്ന ഓപ്ഷൻ പ്രകാരം അതിന് 800 എന്നുള്ള ആൻസർ അതിലില്ല. അപ്പോൾ ഏറ്റവും അടുത്തുള്ള വാല്യൂ സെലക്ട് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ 800ന്റെ തൊട്ടടുത്തുള്ള നമ്പർ ആരാണ്? 1000 ആണ്. അപ്പോൾ തന്ന ഓപ്ഷൻ പ്രകാരം കറക്റ്റ് 800 ആണെങ്കിൽ തന്ന ഓപ്ഷൻ പ്രകാരം നമുക്ക് എന്ത് സെലക്ട് ചെയ്യേണ്ടി വരും? 1000 ആണ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ.